നമസ്കാരം. ആസാദി നൈറ്റ് എഡിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. കീം റാങ്ക് പട്ടിക റദ്ദാക്കിയ സിംഗിൾ ബെഞ്ച് ഉത്തരവിൽ ഇടപെടാനില്ലെന്ന് ഡിവിഷൻ ബെഞ്ച്. കീം പുതിയ റാങ്ക് പട്ടിക ഇന്ന് തന്നെ പ്രസിദ്ധീകരിക്കും. മന്ത്രി ആർ ബിന്ദു. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ കാവ്യവൽക്കരിക്കുന്നതിനെതിരെ സമരം. സംസ്ഥാനത്ത് SFI പഠിപ്പ് മുടക്ക് പൂർണ്ണം. ഇൻസ്റ്റഗ്രാം റീൽസ് ചെയ്യുന്നതിൽ എതിർപ്പ്. ടെന്നീസ് താരത്തെ പിതാവ് വെടിവെച്ച് കൊലപ്പെടുത്തി. കേരളത്തിന് ദുരന്ത നിവാരണ നിധിയിലെ കേന്ദ്രവിഹിതം 153.2 കോടി. അവഗണന തുടർന്ന് കേന്ദ്രം. നിപ്പ സമ്പർക്ക പട്ടികയിൽ 499 പേർ. വിശദമായ വാർത്തകളിലേക്ക് കടക്കാം. കീം റാങ്ക് പട്ടിക റദ്ദാക്കിയ സിംഗിൾ ബെഞ്ച് ഉത്തരവിൽ ഇടപെടാനില്ലെന്ന് ഡിവിഷൻ ബെഞ്ച്. സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ സർക്കാർ സമർപ്പിച്ച അപ്പീൽ തള്ളിക്കൊണ്ടാണ് ഡിവിഷൻ ബെഞ്ച് ഇക്കാര്യം വ്യക്തമാക്കിയത്. അവസര സമത്വത്തിന് വേണ്ടിയാണ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിനായി സർക്കാർ പുതിയ സമവാക്യം കൊണ്ടുവന്നതെന്നടക്കമുള്ള വാദങ്ങൾ ഡിവിഷൻ ബെഞ്ച് അംഗീകരിച്ചില്ല. കേരള എഞ്ചിനീയറിംഗ് പ്രവേശന യോഗ്യതാ പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റ് പുനഃക്രമീകരിക്കണമെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവ് ചോദ്യം ചെയ്തായിരുന്നു സർക്കാർ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ സമർപ്പിച്ചത്. +2 പാസ്സായത് ഏത് ബോർഡിന് കീഴിലായാലും പ്രവേശന പരീക്ഷ മാർക്കിനെ ബാധിക്കാതിരിക്കാനുള്ള ഏകീകരണ പ്രക്രിയയുടെ ഭാഗമായാണ് ഭേദഗതി കൊണ്ടുവന്നതെന്നായിരുന്നു അപ്പീലിലെ പ്രധാന വാദം. നിലവിലെ രീതി CBSE വിദ്യാർത്ഥികൾക്ക് മേൽക്കൈ ഉണ്ടാക്കുന്നു എന്നാണ് പരാതി. അതിനാൽ വിദഗ്ധ സമിതി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഭേദഗതി നടപ്പാക്കിയതെന്നും അവസര സമത്വത്തിനു വേണ്ടിയാണ് ഒരു വിദ്യാർത്ഥിക്ക് പോലും ദോഷകരമല്ലാത്ത ഭേദഗതി കൊണ്ടുവന്നതെന്നും സർക്കാർ കോടതിയിൽ വാദിച്ചു. ഓഗസ്റ്റ് 14-നകം പ്രവേശന നടപടികൾ പൂർത്തീകരിക്കണമെന്നും വീണ്ടും റാങ്ക് പട്ടിക തയ്യാറാക്കുന്നത് പ്രവേശന പ്രക്രിയകളെ തകിടം മറിക്കുമെന്നും സർക്കാർ ചൂണ്ടിക്കാട്ടി. എന്നാൽ മാർക്ക് ഏകീകരണത്തിനുള്ള പുതിയ സമവാക്യം CBSE വിദ്യാർത്ഥികൾക്ക് മുമ്പുണ്ടായിരുന്ന വെയിറ്റേജ് നഷ്ടമാക്കി എന്നായിരുന്നു സർക്കാർ അപ്പീലിനെ എതിർക്കുന്നവരുടെ പ്രധാന വാദം. പരീക്ഷാ പ്രോസ്പെക്ടസിലെ നിർദ്ദേശത്തിന് വിരുദ്ധമാണ് പുതിയ സമവാക്യമെന്നും അവർ ചൂണ്ടിക്കാട്ടി. വൈകിയ വേളയിൽ നടപ്പാക്കിയ പുതിയ ഫോർമുല മൂലം റാങ്ക് പട്ടികയിൽ പിന്തള്ളപ്പെട്ടുവെന്നും CBSE വിദ്യാർത്ഥികൾക്കു വേണ്ടി അഭിഭാഷകർ കോടതിയെ ബോധിപ്പിച്ചു. ഈ വാദങ്ങൾ കണക്കിലെടുത്ത ജസ്റ്റിസ് അനിൽ K. നരേന്ദ്രൻ അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് സിംഗിൾ ബെഞ്ച് വിധിയിൽ ഇടപെടാനില്ലെന്ന് വ്യക്തമാക്കുകയായിരുന്നു. നിലവിലെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട നിരവധി പേർ ഇതോടെ പട്ടികയ്ക്ക് പുറത്തുപോകും. പ്രവേശന നടപടികളെ അടക്കം പ്രതികൂലമായി ബാധിക്കുന്നതാണ് വിധി. കീം പുതിയ റാങ്ക് പട്ടിക ഇന്ന് തന്നെ പ്രസിദ്ധീകരിക്കും. മന്ത്രി ആർ ബിന്ദു. കീം റാങ്ക് പട്ടിക റദ്ദാക്കിയ സിംഗിൾ ബെഞ്ച് ഉത്തരവിൽ ഇടപെടാനില്ലെന്ന കോടതി വിധി അംഗീകരിക്കുന്നുവെന്ന് മന്ത്രി ആർ ബിന്ദു. മുൻപത്തെ ഫോർമുല ഉപയോഗിച്ച് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാനാണ് തീരുമാനം. അതാണ് കോടതി നിർദ്ദേശമെന്നും മന്ത്രി പറഞ്ഞു. പുതിയ ഫോർമുല തെറ്റാണെന്നല്ല, പ്രോസ്പെക്ടസ് നിലവിൽ വന്ന ശേഷം മാറ്റം വരുത്തിയെന്നാണ് തെറ്റായി ചൂണ്ടിക്കാട്ടിയതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കുട്ടികളുടെ അഡ്മിഷന് സമയപരിധി ഉള്ളതുകൊണ്ട് അതിനാണ് സർക്കാർ പരിഗണന നൽകുന്നത്. പുതിയ റാങ്ക് പട്ടിക ഇന്ന് തന്നെ പ്രസിദ്ധീകരിക്കും. അടുത്ത വർഷത്തെ കാര്യം അപ്പോൾ ആലോചിക്കും. അഡ്മിഷൻ പ്രക്രിയ വേഗത്തിലാക്കേണ്ടതുണ്ട്. സർക്കാർ സദുദ്ദേശപരമായിട്ടാണ് മാറ്റങ്ങൾ വരുത്താൻ തീരുമാനിച്ചത്. കോടതി വിധി സർക്കാരിന് അനുസരിച്ചേ മതിയാകൂ എന്നും മന്ത്രി പറഞ്ഞു. കീം റാങ്ക് പട്ടിക റദ്ദാക്കിയ സിംഗിൾ ബെഞ്ച് ഉത്തരവിൽ ഇടപെടാനില്ലെന്ന് ഡിവിഷൻ ബെഞ്ച് അറിയിച്ചിരുന്നു. സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ സർക്കാർ സമർപ്പിച്ച അപ്പീൽ തള്ളിക്കൊണ്ടാണ് ഡിവിഷൻ ബെഞ്ച് ഇക്കാര്യം വ്യക്തമാക്കിയത്. കേരള എഞ്ചിനീയറിംഗ് പ്രവേശന യോഗ്യത പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റ് പുനഃക്രമീകരിക്കണമെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവ് ചോദ്യം ചെയ്തായിരുന്നു സർക്കാർ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ സമർപ്പിച്ചത്. സംസ്ഥാനത്ത് നിപ്പ സമ്പർക്ക പട്ടികയിൽ ആകെ 499 പേർ ഉള്ളതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. മലപ്പുറം ജില്ലയിൽ 203 പേരും കോഴിക്കോട് 116 പേരും പാലക്കാട് 178 പേരും എറണാകുളത്ത് 2 പേരുമാണ് സമ്പർക്ക പട്ടികയിലുള്ളത്. മലപ്പുറത്ത് 11 പേരാണ് ചികിത്സയിലുള്ളത്. 2 പേർ ICU ചികിത്സയിലുണ്ട്. മലപ്പുറം ജില്ലയിൽ ഇതുവരെ 56 സാമ്പിളുകൾ നെഗറ്റീവ് ആയിട്ടുണ്ട്. പാലക്കാട് 3 പേർ ഐസൊലേഷനിൽ ചികിത്സയിലാണ്. സംസ്ഥാനത്ത് ആകെ 29 പേർ ഹയസ്റ്റ് റിസ്കിലും 117 പേർ ഹൈറിസ്ക് വിഭാഗത്തിലും നിരീക്ഷണത്തിലാണ്. നിപ്പ സ്ഥിരീകരിച്ച രോഗി കോഴിക്കോട് ICUവിൽ ചികിത്സയിലാണ്. ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി, NHM സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ, ആരോഗ്യവകുപ്പ് ഡയറക്ടർ, മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ,
അഡീഷണൽ ഡയറക്ടർമാർ, ജില്ലാ കളക്ടർമാർ, ജില്ലാ മെഡിക്കൽ ഓഫീസർമാർ, പോലീസ് ഉദ്യോഗസ്ഥർ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. കേരളത്തിന് സംസ്ഥാന ദുരന്ത നിവാരണ നിധിയിലെ കേന്ദ്രവിഹിതമായ 153.2 കോടി രൂപ കേന്ദ്ര സർക്കാർ അനുവദിച്ചു. കേരളമടക്കം 6 സംസ്ഥാനങ്ങൾക്കായി 1066.8 കോടി രൂപയാണ് കേന്ദ്രവിഹിതമായി അനുവദിച്ചത്. അസമിന് 375.6 കോടിയും ഉത്തരാഖണ്ഡിന് 455.6 കോടിയും മണിപ്പൂരിന് 29.2 കോടിയും മേഘാലയക്ക് 30.4 കോടിയും മിസോറമിന് 22.8 കോടിയും SDRFിലേക്കുള്ള ഈ വർഷത്തെ വിഹിതമായി അനുവദിച്ചു. എന്നാൽ അമിത് ഷായുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ ഇത്തവണയും മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസ പാക്കേജ് പരിഗണിച്ചില്ല. SDRFിലേക്കുള്ള കേന്ദ്രവിഹിതം വർഷത്തിൽ 2 തവണയായാണ് അനുവദിക്കാറുള്ളത്. കേരളത്തിന് ഈ വർഷം ഒരു ഗഡു കേന്ദ്രവിഹിതം കൂടി കിട്ടണം. വയനാട് ദുരന്തത്തെ തുടർന്ന് കേരളം കേന്ദ്രത്തോട് 2221 കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് ആവശ്യപ്പെട്ടിരുന്നു. ദുരന്തം നടന്ന് 1 വർഷമാകാറായിട്ടും പ്രത്യേക പാക്കേജിന്റെ കാര്യത്തിൽ കേന്ദ്രം അനുകൂല നിലപാട് സ്വീകരിച്ചിട്ടില്ല. 1066.80 കോടി രൂപയാണ് പ്രളയം ബാധിച്ച 6 സംസ്ഥാനങ്ങൾക്കായി SDRF വിഹിതമായി കേന്ദ്രം അനുവദിച്ചത്. ഇതിൽ കേരളത്തിന് ലഭിച്ചത് വെറും 153.20 കോടി. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളായ അസമിന് 375.60 കോടിയും ഉത്തരാഖണ്ഡിന് 455.60 കോടിയും മണിപ്പൂരിന് 29.20 കോടിയും മേഘാലയക്ക് 30.40 കോടിയും മിസോറാമിന് 22.80 കോടിയും അനുവദിച്ചു. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ കാവ്യവൽക്കരിക്കുന്ന കേരളത്തിലെ RSS ഗവർണർക്കും അദ്ദേഹം നിയമിച്ച VCമാർക്കും എതിരെ അതിശക്തമായ സമരം നടത്തിയതിന്റെ ഭാഗമായി SFI സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ള 30 സഖാക്കളെ റിമാൻഡ് ചെയ്തതിൽ പ്രതിഷേധിച്ച് SFI സംസ്ഥാനത്ത് ആഹ്വാനം ചെയ്ത പഠിപ്പ് മുടക്ക് പൂർണ്ണം. പഠിപ്പ് മുടക്കിന്റെ ഭാഗമായി ക്ലാസ് മുറികളിൽ നിന്ന് സംഘപരിവാറിനെതിരെ മുദ്രാവാക്യം വിളിച്ച് വിദ്യാർത്ഥികൾ തെരുവിലേക്ക് മാർച്ചുകൾ സംഘടിപ്പിച്ചു. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ കാവ്യവൽക്കരണം പ്രതിരോധിക്കും എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് SFIയുടെ നേതൃത്വത്തിൽ രാജ്ഭവൻ മാർച്ച് സംഘടിപ്പിച്ചു. മാർച്ച് SFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് സഖാവ് ആദർശ് M സജി ഉദ്ഘാടനം ചെയ്തു. SFI സംസ്ഥാന പ്രസിഡന്റ് M ശിവപ്രസാദ്, കേന്ദ്ര കമ്മിറ്റി അംഗം ടോണി കുര്യാക്കോസ്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് അമൽ KS, തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി നന്ദൻ, സംസ്ഥാന കമ്മിറ്റി അംഗം അവ്യ തുടങ്ങിയവർ മാർച്ച് നേതൃത്വം നൽകി. സംസ്ഥാനത്തെ മുഴുവൻ ജില്ലാ കേന്ദ്രങ്ങളിലും SFIയുടെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. ഗുരുഗ്രാമിൽ ടെന്നീസ് താരത്തെ പിതാവ് വെടിവെച്ച് കൊലപ്പെടുത്തി. സ്റ്റേറ്റ് ലെവൽ ടെന്നീസ് താരമായ രാധിക യാദവിനെ പിതാവ് വെടിവെച്ച് കൊലപ്പെടുത്തിയത്. ഇൻസ്റ്റഗ്രാമിൽ റീൽസ് ഇടുന്നതിനെ ചൊല്ലി രാധികയും പിതാവുമായി തർക്കമുണ്ടായിരുന്നെന്നും ഇതിന്റെ പേരിലുള്ള ദേഷ്യത്തിലാണ് കൊലയെന്നുമാണ് പ്രാഥമിക വിവരം. ഗുരുഗ്രാമിലെ സുശാന്ത് ലോക് ഫേസ് 2-ലെ വീട്ടിൽ വെച്ച് പകൽ 11:30-നാണ് സംഭവം. രാധികയ്ക്ക് 3 തവണ വെടിയേറ്റു. പിതാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. വിവിധ ചാമ്പ്യൻഷിപ്പുകളിൽ ഹരിയാനയെ പ്രതിനിധീകരിച്ച താരമാണ് രാധിക. രാധിക സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാനായി ചിത്രീകരിച്ച റീലിനെ ചൊല്ലിയുള്ള തർക്കമാണ് കൊലയ്ക്ക് കാരണമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു. പ്രകോപിതനായ പിതാവ് തന്റെ ലൈസൻസുള്ള റിവോൾവർ ഉപയോഗിച്ച് രാധികയെ വെടിവെക്കുകയായിരുന്നു. കൊലയ്ക്കുപയോഗിച്ച തോക്ക് വീട്ടിൽ നിന്ന് കണ്ടെത്തി. ഗുരുതരമായി പരിക്കേറ്റ രാധികയെ കുടുംബാംഗങ്ങൾ അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സംഭവത്തെക്കുറിച്ച് ആശുപത്രിയിൽ നിന്നാണ് പോലീസിന് വിവരം ലഭിച്ചതെന്ന് സെക്ടർ 56 പോലീസ് സ്റ്റേഷനിലെ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ രാജേന്ദ്രകുമാർ പറഞ്ഞു. കുടുംബാംഗങ്ങളുടെ മൊഴിയിൽ നിന്നാണ് പിതാവാണ് കൊലയ്ക്ക് പിന്നിലെന്ന് സ്ഥിരീകരിച്ചതെന്നും പോലീസ് പറഞ്ഞു. കൊലപാതക കേസ് രജിസ്റ്റർ ചെയ്ത പോലീസ് അന്വേഷണം ആരംഭിച്ചു. വിശദമായ ഫോറൻസിക് റിപ്പോർട്ടിനായി കാത്തിരിക്കുകയാണെന്നും കുറ്റകൃത്യം നടന്ന സമയത്തെ പ്രതിയുടെ മാനസികാവസ്ഥയടക്കം വിലയിരുത്തുമെന്നും പോലീസ് പറഞ്ഞു. രാധികയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റി. ചക്ക ഫെസ്റ്റിന് കണ്ണൂരിൽ തുടക്കമായി. കുടുംബശ്രീ കണ്ണൂർ ജില്ലാ മിഷന്റെയും കണ്ണൂർ കോർപ്പറേഷൻ കുടുംബശ്രീ CDSന്റെയും നേതൃത്വത്തിൽ കണ്ണൂർ മഹാത്മാ മന്ദിരത്തിൽ ചക്ക ഫെസ്റ്റിനും കുടുംബശ്രീ സംരംഭകരുടെ ഉൽപ്പന്ന വിപണന മേളയ്ക്കും തുടക്കമായി. കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ മേള ഉദ്ഘാടനം ചെയ്തു. 40 രൂപയ്ക്ക് ലഭിക്കുന്ന ചക്ക ബിരിയാണിയും ചക്ക ന്യൂട്രിമിക്സ് ഉൽപ്പന്നങ്ങളുമാണ് മേളയിലെ പ്രധാന ആകർഷണം. ചക്കപ്പായസം, ചക്ക മിഠായി, ചക്ക സ്ക്വാഷ്, ചക്ക ഉണ്ണിയപ്പം, ചക്ക ഹൽവ തുടങ്ങി 25ഓളം ചക്ക ഉൽപ്പന്നങ്ങൾ മേളയിൽ ലഭ്യമാണ്.
15 കുടുംബശ്രീ സംരംഭകർ ആണ് മേളയിൽ സ്റ്റാൾ നടത്തുന്നത്. ജൂലൈ 12-ന് മേള സമാപിക്കും. വരും ദിവസങ്ങളിൽ ജില്ലയിലെ മുഴുവൻ CDSകളിലും ചക്കഫെസ്റ്റും ഭക്ഷ്യ വിപണനമേളയും നടക്കും. കുടുംബശ്രീ കണ്ണൂർ കോർപ്പറേഷൻ CDS ചെയർപേഴ്സൺ വി ജ്യോതിലക്ഷ്മി, MEC ശ്രീജ, ബ്ലോക്ക് കോർഡിനേറ്റർ M ശ്രുതി, മെമ്പർ സെക്രട്ടറി അഫ്സില എന്നിവർ പങ്കെടുത്തു. മികവിന്റെ മാതൃകയായി ചൊക്ലി കുടുംബാരോഗ്യ കേന്ദ്രം. മികച്ച ഭൗതിക സാഹചര്യങ്ങളും ചികിത്സാ സൗകര്യങ്ങളും കൊണ്ട് പൂർണ്ണമായും രോഗീ സൗഹൃദമാണ് ചൊക്ലി കുടുംബാരോഗ്യ കേന്ദ്രം. മനോഹരമായ കെട്ടിടവും ശുചിയായ പരിസരവും മികച്ച പരിചരണവും ഈ ആരോഗ്യ കേന്ദ്രത്തെ ശ്രദ്ധേയമാക്കുന്നു. ഓരോ രോഗിയും പൂർണ്ണ തൃപ്തിയോടെയാണ് ഇവിടെ നിന്നും മടങ്ങുന്നത്. 3 ഡോക്ടർമാരും 2 ലാബ് ടെക്നീഷ്യന്മാരും 2 ഫാർമസിസ്റ്റുമാരുമുള്ള കേന്ദ്രത്തിൽ രോഗികൾക്ക് മരുന്നുകൾ പുറത്തുനിന്ന് വാങ്ങേണ്ട സാഹചര്യമില്ല. പ്രതിദിനം 180-ലധികം പേർ ഇവിടെ ചികിത്സ തേടുന്നുണ്ട്. സേവന നിലവാരത്തിലും ജീവനക്കാരുടെ പെരുമാറ്റത്തിലും ഏറെ തൃപ്തിയാണെന്ന് സന്ദർശകർ പറയുന്നു. ചൊക്ലി പഞ്ചായത്തിന്റെ മേൽനോട്ടത്തിൽ ഹരിതകർമ്മസേനയുടെ സഹായത്തോടെ ശുചീകരണ പ്രവർത്തനങ്ങൾ വിട്ടുവീഴ്ചയില്ലാതെ പാലിക്കപ്പെടുന്നുണ്ട്. ഫിസിയോതെറാപ്പി യൂണിറ്റ്, വയോജന വിശ്രമ കേന്ദ്രം എന്നിവയ്ക്ക് പുറമെ കുട്ടികൾക്കായി ആധുനിക രീതിയിലുള്ള കളിസ്ഥലവും ഒരുക്കിയിട്ടുണ്ട്. ഗർഭിണികൾക്കും കുട്ടികൾക്കും ലാബ് സേവനം സൗജന്യമാണ്. മറ്റു രോഗികൾക്ക് ന്യായമായ നിരക്കിലാണ് പരിശോധനകൾ നടത്തുന്നത്. മുന്നേറുന്ന പൊതുജനാരോഗ്യ കേന്ദ്രങ്ങളുടെ മാതൃകയാണ് ചൊക്ലി കുടുംബാരോഗ്യ കേന്ദ്രം. 2024 ഡിസംബർ 31-നാണ് ചൊക്ലി കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നടന്നത്. നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് AN ഷംസീർ MLA-യുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നുള്ള 1.75 കോടി രൂപ, NHM ഫണ്ടിൽ നിന്നുള്ള 15 ലക്ഷം, പഞ്ചായത്തിലെ തനത് വികസന ഫണ്ടിൽ നിന്നുള്ള 70 ലക്ഷം, ജനകീയ കൂട്ടായ്മ വഴി സ്വരൂപിച്ച 62 ലക്ഷം എന്നിവ ഉപയോഗിച്ചാണ് കെട്ടിട നിർമ്മാണ പ്രവർത്തനങ്ങളും സൗന്ദര്യവൽക്കരണവും നടത്തിയത്. ദേശീയ മത്സ്യ കർഷക ദിനം ആചരിച്ചു. ഫിഷറീസ് വകുപ്പിന്റെയും കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച ദേശീയ മത്സ്യ കർഷക ദിനം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് D വിമല ഉദ്ഘാടനം ചെയ്തു. ദിനാചരണത്തിന്റെ ഭാഗമായി മത്സ്യ കർഷക സംഗമം നടത്തി. പഞ്ചായത്തിലെ 5 മത്സ്യ കർഷകരെ പരിപാടിയിൽ ആദരിച്ചു. കർഷകർക്ക് KCC ലോൺ സംബന്ധിച്ച് ഫിനാൻഷ്യൽ ലിറ്ററസി സെൽ ഫാക്കൽറ്റി ജയരാജ് ക്ലാസ് എടുത്തു. മത്സ്യ കർഷകർക്ക് വെള്ളവും വലയും വാങ്ങുന്നതിനായി പഞ്ചായത്തിൽ നിന്നും സബ്സിഡി നൽകുന്നുണ്ട്. കൂടാതെ കൂട് കൃഷിയും പഞ്ചായത്ത് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രേമ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി സുനിൽകുമാർ, ജനപ്രതിനിധികൾ, ഫിഷറീസ് വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. പെരിയാരം മെഡിക്കൽ കോളേജിൽ ശൈശവ വൈകല്യ നിവാരണ ക്ലിനിക്. പെരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ വിഭാഗത്തിൽ ആരംഭിച്ച ശൈശവ വൈകല്യ നിവാരണ ക്ലിനിക്കിന്റെ ഉദ്ഘാടനം M വിജിൻ MLA നിർവഹിച്ചു. ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സൈറു ഫിലിപ്പ് അധ്യക്ഷത വഹിച്ചു. മാസത്തിലെ ആദ്യ ശനിയാഴ്ച രാവിലെ 10 മുതൽ 12 വരെയാണ് ക്ലിനിക്ക് നടക്കുക. ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ PMR വിഭാഗത്തെ സെന്റർ ഓഫ് എക്സലൻസ് ഇൻ റീഹാബിലിറ്റേഷൻ ആക്കി മാറ്റാനുള്ള പരിശ്രമത്തിന്റെ ആദ്യപടിയായാണ് ക്ലിനിക്ക് ആരംഭിച്ചത്. സഹായ ഉപകരണങ്ങൾ ആവശ്യമുള്ള ഭിന്നശേഷിയുള്ള ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നതിന് 1 മാസത്തെ ക്യാമ്പും സംഘടിപ്പിക്കുന്നുണ്ട്. ക്യാമ്പിന്റെ ഉദ്ഘാടനവും MLA നിർവഹിച്ചു. കുട്ടികളിലെ വൈകല്യം നേരത്തെ തിരിച്ചറിയൽ എന്ന വിഷയത്തിൽ ഡോക്ടർ കവിത പവിത്രനും കുട്ടികളിലെ വൈകല്യം നിവാരണം എന്ന വിഷയത്തിൽ ഡോക്ടർ P സാബിറും ബോധവൽക്കരണ ക്ലാസ് എടുത്തു. PMR വിഭാഗം മേധാവി ഡോക്ടർ സൂരജ് രാജഗോപാൽ, ഡോക്ടർ ഷീബ ദാമോദരൻ, ഡോക്ടർ K സുദീപ്, ഡോക്ടർ SM സരീൻ, ഡോക്ടർ V സുനിൽ, ഡോക്ടർ മുഹമ്മദ് MTP, ഡോക്ടർ ഹേമലത എന്നിവർ സംസാരിച്ചു. പാട്യം ഗ്രാമപഞ്ചായത്തിൽ സൈക്കിൾ വിതരണം. മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെന്റിന്റെ നെറ്റ് സീറോ എമിഷൻ പദ്ധതിയുടെ ഭാഗമായി പാട്യം ഗ്രാമപഞ്ചായത്തിൽ കുടുംബശ്രീ പ്രവർത്തകർക്ക് സൈക്കിൾ വിതരണം ചെയ്തു. പാട്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NV ഷിനിജ വിതരണോദ്ഘാടനം നിർവഹിച്ചു. CDS ചെയർപേഴ്സൺ P ശ്രീഷ്മ അധ്യക്ഷയായിരുന്നു. കുടുംബശ്രീ ഓക്സിലറി പ്രവർത്തകരും കുടുംബശ്രീ ലോക്കോസ് RP-മാരുമായ 3 പേർക്കാണ് സൈക്കിൾ നൽകിയത്. 2050-ൽ കാർബൺ ന്യൂട്രൽ കേരളം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കുടുംബശ്രീ അംഗങ്ങൾക്ക് സൈക്കിൾ പദ്ധതി നടപ്പാക്കുന്നത്. വനിതകളുടെ കാര്യശേഷി, സംരംഭകത്വ വികസനം, യാത്രാ ചെലവ് കുറയ്ക്കൽ, മറ്റു വരുമാന വർധനവ് എന്നിവയും പദ്ധതിയുടെ ലക്ഷ്യമാണ്. ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മുഹമ്മദ് ഫായിസ് അരൂൾ, 7ാം വാർഡ് അംഗം മേപ്പാടൻ രവീന്ദ്രൻ,
CDS വൈസ് ചെയർപേഴ്സൺ എ റിജിന, CDS അംഗങ്ങളായ ഇ ശ്രീജ, PK ഷഫീദ, P സിന്ധു എന്നിവർ സംസാരിച്ചു. ഫലവൃക്ഷത്തൈ വിതരണം ചെയ്തു. തില്ലങ്കേരി ഗ്രാമപഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന ഫലവൃക്ഷ ഗ്രാമം പദ്ധതിയുടെ ഭാഗമായി തില്ലങ്കേരിയിൽ ഫലവൃക്ഷത്തൈകൾ വിതരണം ചെയ്തു. തില്ലങ്കേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P ശ്രീമതി വിതരണോദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്തിലെ 228 കർഷകർക്ക് 5 വീതം ഫലവൃക്ഷത്തൈകൾ നൽകി. മാവ്, പ്ലാവ്, റംബൂട്ടാൻ തുടങ്ങിയ വൃക്ഷത്തൈകളാണ് വിതരണം ചെയ്തത്. വൈസ് പ്രസിഡന്റ് അണിയേരി ചന്ദ്രൻ അധ്യക്ഷനായി. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KV ആശ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PK രതീഷ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ V വിമല എന്നിവർ സംസാരിച്ചു. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ്. അടുത്ത വാർത്ത പൊളിച്ച് നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.